ഹലോ ഗൈസ്, ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ തിരുവോണത്തിന്റെ എപ്പിസോഡായിരുന്നു. അടിപൊളി എപ്പിസോഡായിരുന്നു. ഓണത്തല്ലുണ്ടായിരുന്നു, ഓണവഴക്കുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, ടാസ്ക് ഉണ്ടായിരുന്നു. അടിപൊളി എപ്പിസോഡായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ റിവ്യൂയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം, അടിയിൽ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എപ്പിസോഡ് രാവിലെ തന്നെ അത്തപ്പൂ മത്സരം ബിഗ് ബോസ് കൊടുത്തിരുന്നത്. അത്തപ്പൂവിനകത്ത് 7 പേരുള്ള 3 ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 ടീം എന്ന് പറഞ്ഞാൽ തെക്കേടത്ത്, വടക്കേടത്ത്, മൂത്തേടത്ത്, ഇങ്ങനെ 3 ടീമാണ് തിരിച്ചേക്കുന്നത്. എന്നിട്ട് അവർക്ക് അത്തപ്പൂടാനുള്ള പൂക്കള് ബിഗ് ബോസ് വീടിന് ചുറ്റും അവിടെ ഒരു പൂവൊക്കെ ഇട്ടൊരു വില്ലുവണ്ടി പോലത്തെ എന്തോ സംഭവം വെച്ചിട്ടുണ്ട്. ആ വണ്ടിക്കകത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് പൂ കളക്ട് ചെയ്യണം, പൂ ഇടണം. അങ്ങനെ എല്ലാവരും ഓടി വന്നു, പൂ കളക്ട് ചെയ്തു, പൂ ഇട്ടു. അപ്പൊ അതിനകത്തെ ജഡ്ജ് 3 ടീമിൽ നിന്നും ഓരോ ജഡ്ജിമാർ വേണം. അങ്ങനെ 3 ജഡ്ജ്, നമ്മുടെ ആസ്ഥാന ജഡ്ജായ അനീഷ്, ആസ്ഥാന ജഡ്ജായ രേണു, പിന്നെ അഡ്വക്കേറ്റ് ചൈത്യ. ഇവന് 3 പേരാണ് ജഡ്ജായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഷാനവാസിന്റെ ഒക്കെ ടീമിന് കുറച്ച് പൂവേ കിട്ടിയുള്ളൂ കേട്ടോ. അക്ബറിന്റെ ഒക്കെ ടീമിന് ഒരുപാട് പൂ കിട്ടി. ഇവരെ നിന്നെടുത്ത് ആ വണ്ടിക്കകത്ത് കുറെ പൂ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അവർക്ക് അങ്ങനെ കുറെ ഇങ്ങനെ ചാടി പറിക്കേണ്ട വന്നിട്ട് കുറെ ബൾക്കായിട്ട് പേർക്ക് പെട്ടെന്ന് പൂ കിട്ടി. അങ്ങനെ ഇവരുടെ വലിയ അത്തപ്പൂക്കളമായിരുന്നു. അങ്ങനെ അത്തപ്പൂക്കളത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാനായിട്ട് കുറെ ജഡ്ജിമാര്, 3 ജഡ്ജിമാരും ആസ്ഥാന ജഡ്ജൊക്കെ കൂടെ വന്നു. അങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞപ്പോ തന്നെ അനീഷിന്റെ ടീമിന് ഫസ്റ്റ് കൊടുക്കണം, ശൈത്യയുടെ ടീമിന് ഫസ്റ്റ് കൊടുക്കും. രേണുവിന് പിന്നെ ഫസ്റ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ലേ, എനിക്ക് എങ്ങനെയല്ലോ അവിടെ പഞ്ചസാര ഒന്ന് ജീവിച്ചാൽ മതി, അങ്ങനൊരു മെന്റാലിറ്റി രേണുവിന്റെ ടീമിനായിട്ട് വേണ്ടി പറയുന്ന പോലും കേട്ടിട്ടില്ല കേട്ടോ. അവർ അത്തപ്പൂ അവർക്ക് കുറച്ചായിട്ട് കാരണം ചെറിയ പൂക്കളമായിരുന്നു. പക്ഷെ എന്നാലും എന്റെ ടീം എന്നല്ലാന്ന് അങ്ങനെ ഒരു ഇതൊന്നും ഞാൻ കേട്ടില്ല രേണു പറയുന്നത്. അനീഷിന്റെ ടീമിന് ഞങ്ങളുടേതാണ് നല്ലത്, ഞങ്ങളുടെ പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ശൈത്യം ഞങ്ങളുടേത് അത്തം തൊട്ട് 10 ദിവസമാണ്, 10 ദിവസത്തെ എന്നാ ഇത് ചെയ്യണം, വട്ടം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായിരുന്നു അനീഷ് ശൈത്യയും കൂടെ. ശൈത്യയുടെ വായിൽ ഇത്രയും വലിയ സൗണ്ടും ഇത്രയും വലിയ നാക്കും ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിഞ്ഞത്. ഈ ഒച്ചപ്പാട ശൈത്യം ആദ്യം തൊട്ടെടുക്കുമായിരുന്നു. എൻ്റെ ശൈത്യം ഈ ശൈത്യക്ക് പോകാനായിട്ട് ലീസ്റ്റ് ഇതിൽ കിടക്കൂലായിരുന്നു. അങ്ങനെ അതിന് ഫസ്റ്റ് കിട്ടിയേക്കുന്നത് തെക്കേടത്ത്. ശൈത്യയുടെ ഒക്കെ ടീമിനെ ഫസ്റ്റ് കിട്ടിയ രേണു ശൈത്യ ടീമിനെ അനുകൂലിച്ചാറ് തെക്കേടത്തിന് ഫസ്റ്റ് കിട്ടി. അവരെ കാണാൻ നല്ലതായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയ രത്തപ്പൂവായിരുന്നു. അവരെ കാണാൻ നല്ലതായിരുന്നു. അനീഷിനെ നല്ലതായിരുന്നു. അനീഷിനെ താമരപ്പൂവൊക്കെ വെച്ചിട്ട് നല്ലതായിരുന്നു കേട്ടോ. ഇച്ചിരൂടെ കുഴപ്പമില്ല, രണ്ടും നല്ലതായിരുന്നു. എനിക്കും തെക്കേടത്ത് അതാ ഇഷ്ടപ്പെട്ടത്. പിന്നെ അങ്ങനെ ആ മത്സരം കഴിഞ്ഞ് അവര് വിജയിച്ചു. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് പിന്നെ ജിസേല്, ഒനീല്, അബി ഇത്രയും പേരെ തെരഞ്ഞെടുത്തു. എല്ലാവരും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞ് അത് തെരഞ്ഞെടുത്ത് ഇനിയിപ്പോൾ ക്യാപ്റ്റൻസി ചിലപ്പോൾ നാളെ കിട്ടൊക്കെ ആയിരിക്കും നടക്കുന്നതല്ലേ, ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും. കഴിഞ്ഞ ആഴ്ചയൊക്കെ തിങ്കളാഴ്ച ആണല്ലോ, ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് ഓണസദ്യ വന്നു. ഓണസദ്യ ബിഗ് ബോസിന്റെ ടീംസ് മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് അങ്ങനെ ഇവർക്ക് ഓണസദ്യ കിട്ടി കേട്ടോ. നല്ല എല്ലാ സാധനവും ഉണ്ടായിരുന്നു കേട്ടോ. ഓണസദ്യ അനീഷൊക്കെ നല്ല ആസ്വദിച്ചിരുന്ന കഴിക്കും. പായസമൊക്കെ അനീഷിന്റെ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ കഴിച്ച പോലെ ഒരു സംതൃപ്തി തോന്നും. നല്ല ആസ്വദിച്ചിരുന്ന അനീഷ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് മസ്താനി കുത്തിത്തിരിപ്പും കൊണ്ട് വന്നിട്ടോ. മസ്താനിയുടെ ഗെയിം വളരെ ചീപ്പ് ഗെയിം. മസ്താനി ഇവിടെ നില കണ്ടിട്ട് പോയതല്ലേ, എന്നിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഗെയിം കളിക്കുന്നതും ഒരു സ്വന്തമായിട്ട് നല്ലൊരു കണ്ടന്റ് കൊടുക്കാണ്ട് മസ്താനി ഇന്നലെ ലാസ്റ്റത്തെ ഇതിനകത്തൊക്കെ മസ്താനി പറയുന്നുണ്ട് ഷാനവാസിനെ കൊണ്ടോ അപ്പാനെ കൊണ്ടോ മസ്താനെ തല്ലിച്ചിട്ട് അവരെ പുറത്ത് കളയാനാണ്. പണ്ട് സിജോയ്ക്ക് കിട്ടിയ പോലെയൊക്കെ ഒരു ഇടി കിട്ടിയ മസ്താനി പിന്നെ ഇല്ല. മസ്താനിയുടെ ജീവിതം തീർന്നു. എന്തിനും ഇങ്ങനെ ഗെയിം കളിക്കുന്ന, മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യില്ല. അവർക്ക് ഇത് കഴിഞ്ഞ് ഇവർക്ക് ജീവിക്കേണ്ടതല്ലേ. ഇവരുടെ ജീവിതം കളയും, അവരുടെ ജീവിതം കളയാനായിട്ട് എന്തിനാ മസ്താനി ഇങ്ങനെ ഗെയിം കളിക്കുന്നത്? ഇതിൽ ഭേദം മസ്താനി പോകാതിരിക്കുന്നതായിരുന്നു എനിക്ക് തോന്നിട്ടോ. അപ്പൊ ഈ ഓണസദ്യ വന്നപ്പം മസ്താനി ഇതുപോലെ പിണങ്ങി മാറിപ്പോയിരിക്കുന്നു. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തുടങ്ങുന്നതാണ് അറിയത്തില്ല. മസ്താനിയുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടക്കൂല. മസ്താനിയുടെ കളികൾ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് വന്ന് ലക്ഷ്മി വന്ന കുഴപ്പമില്ല വന്ന് കഴിക്കാൻ പറയുമ്പോൾ മസ്താൻ വന്ന് എനിക്ക് അവന്മാരോടെ കഴിക്കേണ്ട താല്പര്യമില്ല, എന്തായാലും ഓണമല്ലേ, ഓണസദ്യ വന്നതല്ലേ, അപ്പൊ അതൊന്നും നല്ല രീതിയിൽ കഴിക്കാൻ പാടില്ലേ. അവിടെ എങ്ങനെയും കുത്തിത്തിരിപ്പുണ്ടാക്കി എല്ലാരും കഴിക്കുന്നുണ്ട്. ടേബിളിൽ ഇരിക്കാൻ സ്ഥലം കിട്ടാത്തവര് താഴെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ലക്ഷ്മി കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്ന് മസ്താൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ബോളിയും പായസം എല്ലാ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ ഷാനവാസും അക്ബറും ഒക്കെ നല്ല ചോറൊക്കെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്.
അപ്പം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അവരത്രയും നന്നായിട്ട് ഫുഡ് കഴിക്കും, ചോറ് വരെ അത്രയും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം അത്രയും നന്നായിട്ട് കഴിക്കുന്ന ഇവർക്കാണ് 2 ദോശയൊക്കെ വെച്ച് കൊടുക്കുന്ന, അല്ല ചിലപ്പോൾ അര ദോശയും മറ്റേ ഈ പരിപ്പ് ഇങ്ങനെ സൂപ്പായിട്ട് കുടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ കുടിച്ച് ഇത്രയും ഫുഡ് കഴിക്കുന്ന ആൾക്കാരാന്ന് ഓർക്കണം കേട്ടോ. അപ്പം അവർക്ക് എന്തായിരിക്കുമല്ലേ അവരുടെ അവസ്ഥ, അതികഠിനം. അപ്പം അങ്ങനെ ഓണസദ്യ എല്ലാം വന്നു. പിന്നെ ജിസയിൽ ഓണസദ്യ എല്ലാം കഴിഞ്ഞ് ആ സമയത്ത് നല്ലൊരു ടോക്ക് ഉണ്ടായിരുന്നു. ജിസയിലും അനീഷും തമ്മിൽ നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്. അനീഷ് അവിടെ കിടക്കുക, സോഫയിൽ ഇങ്ങനെ കിടക്കുക. അപ്പം ജിസയിലിന് അനീഷിനോട് കൂട്ടുകൂടണമെന്നുണ്ട്. അപ്പം ജിസയിൽ പറഞ്ഞു, നീ നല്ലൊരു മനുഷ്യനാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് നിന്നെ ഫ്രണ്ട് ആക്കണമെന്നുണ്ട്, ഇത് കഴിയുമ്പം നീ ഫ്രണ്ട് ആവുമെന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പം അനീഷ് പറഞ്ഞു, ഇല്ല, ഇത് കഴിയുമ്പോൾ ആരും ഞാൻ എൻ്റെ കൂട്ടത്തെ കൂട്ടൂല, ആരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവൂല, ഞാൻ എൻ്റെ വഴിക്ക് പോവും, ജിസേലിൻ്റെ വഴിക്ക് പോവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജിസേല് കണ്ണാൻ തുമ്പി പോരാമോ എന്നൊക്കെ പാട്ട് പാടും. നല്ല ജിസേലിന് മലയാളം അറിയത്തില്ലല്ലോ. അപ്പം ജിസേലിൻ്റെ വോയിസിൽ മലയാളം അറിയാതെ പാട്ട് പാടുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേനും പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും അനീഷ കണ്ണാൻ തുമ്പി പോരില്ല എന്ന് പറഞ്ഞാൽ അനീഷ അതിന് ഇതായിട്ട് കൊടുത്തു. നല്ല രസമായ ടോക്ക്, നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള ടോക്കായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ജിസയിൽ അനീഷിനോട്. അപ്പം ജിസയിൽ അനീഷിനോട്ട് ഒരു ഫ്രണ്ട് ആക്കണമെന്ന് താല്പര്യമുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അവരുടെ കിരീടം ടാസ്ക്കാണ് നടന്നത്. കിരീടം ടാസ്കിനകത്ത് ലാസ്റ്റ് വന്നേക്കുന്നത് ക്യാപ്റ്റന്മാർ തമ്മിൽ വേണം മത്സരിക്കാൻ. നൂറ ഒനിയിലുമാണ് ക്യാപ്റ്റനായിട്ട് വന്നേക്കുന്നത്. അതിൽ നൂറ കുറേ നല്ല രീതിയിൽ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്യാപ്പ് നമ്മുടെ ഇവരെ നോക്കാൻ നിർത്തിയേക്കുന്ന ക്യാപ്റ്റനായി നിവീനെയാണ് നിർത്തിയേക്കുന്നത്. നിവിൻ ഫിസറടിക്കുമ്പോൾ ഒരു ക്യാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്യാപ്പ് എടുത്തിട്ട് അവരൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ആ സ്റ്റാൻഡെ തൂക്കിയിടണം. നൂറ ഒനീലിൻ്റെ ക്യാപ്പ് എടുക്കണം, ഒനീൽ നൂറയുടെ ക്യാപ്പ് എടുക്കണം. അപ്പം നൂറയുടെ ക്യാപ്പ് നൂറ ഇവിടെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് നൂറ ആദ്യത്തെ പ്രാവശ്യം ഒനീലെടുത്ത് തല ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് ഗെയിം പരമായി ചിന്തിച്ച് നല്ല രീതിയിൽ തന്നെ കളിച്ചു. അതിൽ രണ്ട് റൗണ്ടിലും നൂറ തന്നെ വെച്ചാൽ നൂറ ഒനീലിൻ്റെ ക്യാപ്പ് 2 തവണ എടുത്ത് സ്റ്റാൻഡിൽ തൂക്കി. അങ്ങനെ നൂറ വിജയിച്ചു. നൂറയ്ക്ക് കിട്ടിയേക്ക്. അപ്പം അങ്ങനെ നൂറയ്ക്ക് 3 പവറുകൾ കിട്ടി. 3 ആഴ്ച അടുപ്പിച്ച് 3 ആഴ്ച നോമിനേഷന് വരണ്ട, 3 ആഴ്ച ആരെ വേണേലും നൂറയ്ക്ക് നോമിനേറ്റ് ചെയ്യാം, പിന്നെ വീട്ടുകാരെ കൊണ്ടുവരാം. അന്നെങ്കിൽ ഇത് മൊത്തം നൂറയ്ക്ക് സ്വന്തമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവർ 3 ടീം അംഗങ്ങളുണ്ടല്ലോ, 3 പേർക്കും വിധിച്ചു കൊടുക്കാം. നൂറ, അഭിലാഷ്, ബിന്നി ഇവർക്ക് 3 പേർക്ക് കൂടെ പങ്കിട്ടെടുക്കാം, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നൂറയ്ക്ക് ആർക്കും കൊടുക്കണമെങ്കിൽ നൂറയ്ക്ക് ഒറ്റയ്ക്ക് കൊടുക്കാം. അതിന് ഒന്നാന്തരം ഒരു ഗെയിമായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ അതിൽ നൂറ വീട്ടുകാരെ കൊണ്ടുവരാന്നുള്ള ഓപ്ഷൻ ബിന്നിക്ക് കൊടുത്തു. കാരണം നൂറയ്ക്കും അതിലേക്കും വീട്ടുകാരൊന്നും ഇല്ലല്ലോ, ബിന്നിക്ക് കൊടുത്തു. ബാക്കി 2 ഓപ്ഷൻസും നൂറയ്ക്ക് വേണ്ടി വെച്ചു. അഭിലാഷിനൊന്നും കൊടുത്തില്ല. എനിക്ക് ഗെയിം വരെ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഗെയിമല്ലേ നോക്കാം. പക്ഷേ എനിക്കെന്തോ ഭയങ്കര വിഷമം തോന്നി. അഭിലാഷ് ആണെങ്കിൽ ആ തൊപ്പി സംരക്ഷിക്കാനായിട്ട് കുറേ നടന്നിട്ടുണ്ടായിരുന്നു, കുറേ ഗെയിം സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടായിരുന്നു. കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. അല്ലെ എന്തേലും ഒരു അഭിലാഷും കൂടെ കളിച്ചാണല്ലോ. അപ്പം അഭിലാഷും ആദ്യ രീതിയിൽ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നൂറയുടെ തലേന്ന് ആ തൊപ്പി പോകില്ലായിരുന്നോ, അവർ പിടിച്ചു പറിക്കാൻ അഭിലാഷും കഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. എനിക്ക് എന്തോ അത് ഭയങ്കര വിഷമം തോന്നി. അഭിലാഷിനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി. നൂറ അടുപ്പിച്ച് 3 ആഴ്ച നോമിനേഷനിൽ വരത്തില്ല. അപ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ ആദിലയ്ക്ക് നോമിനേഷനിൽ വന്നാലും നൂറയുടെ വോട്ടും കൂടെ ആദിലയ്ക്ക് കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നിരിക്കുന്നത് 3 ആഴ്ച നോമിനേഷൻ ഒരാളെ നോമിനേറ്റ് ചെയ്യുക, അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, അഭിലാഷിനോട് പറഞ്ഞു, നിന്നെ ഞാനായിട്ട് ഇനി ഒരിക്കലും നിന്നെ നോമിനേഷൻ ഇടത്തില്ല, അതെൻ്റെ വാക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അഭിലാഷിന്റെ മുഖം കണ്ടപ്പോൾ ശരിക്ക് വിഷമം തോന്നി കേട്ടോ. ഗെയിം വഴി നോക്കുമ്പോൾ നൂറ ചെയ്ത് കറക്റ്റാണ്, പക്ഷെ അല്ലാണ്ട് നോക്കുമ്പോൾ എനിക്ക് എന്താ വിഷമം തോന്നി, ഞാനായിരുന്നു കൊടുത്തതിന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് വയൽക്കാട് വന്ന അഭിലാഷിനെ എരിവ് കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത ക്യാപ്റ്റൻസിയിലോട്ട് അനീഷ് ഉണ്ടല്ലോ, അനീഷല്ല അഭിലാഷ് ഉണ്ടല്ലോ. അപ്പം അഭിലാഷ് ക്യാപ്റ്റൻ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷ് അവിടെ ബെഡേ കിടക്കും. അപ്പം ഈ വൈൽഡ് കാർഡ്സ് ഒക്കെ വന്ന് അനീഷിനെ വന്ന് നല്ല രീതി ഇത് എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നേക്കുന്നത് പിന്നെ അടുത്ത ടാസ്ക് ആയിട്ട് വന്നിരുന്ന മാവേലി പുലികളി
മാവേലീനെ ആക്കണം. ഒരു സ്റ്റാൻഡ് 3 സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് മാവേലീനെ ആക്കണം. പുലിക്കളിയിലുള്ള പുലിയുടെ വേഷം കെട്ടിക്കണം, വേട്ടക്കാരനെ കെട്ടിക്കണം. അപ്പൊ അതിനകത്ത് പണിപ്പുരയിലാണ് ഇതൊക്കെ ആക്കാനുള്ള വേഷവിധാനങ്ങളും സാധനങ്ങളൊക്കെ പണിപ്പുരയിലായിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ പണിപ്പുര പോയി സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യണം. അതിനകത്ത് ആര്യൻ പൊട്ടനും മണ്ടനും ഒക്കെ ആണെങ്കിലും ആര്യന്റെ സ്പീഡ് ടാസ്ക് ഒരു ആര്യന്റെ സ്പീഡിന്റെ മുന്നിലെത്താൻ ആർക്കും തന്നെ പറ്റുന്നില്ല കേട്ടോ. നല്ല രീതി ആര്യൻ ഫസ്റ്റ് തന്നെ എടുത്തു. കുറെ സാധനങ്ങൾ ഇവർക്ക് വേണ്ട കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്ന ആര്യനാണ്. അത് കാരണം ആര്യന്റെ ടീം തന്നെയാട്ടോ ജയിച്ചത്. നല്ല രീതി ഇങ്ങനെയുള്ള ഫിസിക്കൽ ടാസ്ക്, ഇങ്ങനെ ഓടുന്ന ടാസ്ക് വരുമ്പോൾ നല്ല രീതി ആര്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആര്യന്റെ മുന്നിൽ ഒരു മനുഷ്യനും പിടിച്ചേക്കാൻ പറ്റുന്നില്ല. കുറെ പൊട്ടത്തരം മണ്ടത്തരം കുറച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വലിയ നല്ല പുരോഗമനം പറഞ്ഞ് അനുമോളെ കുറ്റം പറഞ്ഞ് അനുമോൾ ആരിനെ ഫ്ലേട്ട് ചെയ്തതെന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്ന ടീംസ് ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് ആര്യനും ജിസയിലും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ, അവർക്കൊരു സംശയം പോലെ. ഈ ബിന്നിയൊക്കെ ശരിക്കും അനുമോളെ പോലെ തന്നെയുള്ള കുലസ്ത്രീകൾ തന്നെയാണ്. പക്ഷെ അത് പറിച്ചിട്ട് പറയുമ്പോൾ ബിന്നി അതൊക്കെ ഏതാണ്ട് ഭയങ്കര പുരോഗമനം തലയിൽ കൊണ്ടു നടക്കുന്ന ആളാന്ന് തോന്നും. പക്ഷെ ഇന്ന് രേണയുടെ ബിന്നിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി ഇത് ഇവര് ഇങ്ങനെ തന്നെ ഈ ശരിക്കും കുലകൾ തന്നെയാന്നുള്ള കാര്യം മനസ്സിലായി കേട്ടോ. വർത്താനം പറയാനും മറ്റുള്ളവരെ അടിക്കാനും മാത്രമേ ഇവർക്ക് ഒരു നിയമം, അനുമോളെ പറയുമ്പോൾ ഇവർക്ക് വേറെ നിയമം, ഇവരുടെ ആൾക്കാർ വരുമ്പോൾ ഇവർക്ക് വേറെ നിയമം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളാണ്. അപ്പൊ ആരും ജിസയിലും വാരി കൊടുക്കുന്നു. അനുമോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ എന്തോ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ കൂടെ പറയുന്നുണ്ട്. അനുമോള് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ ഇവര് പറഞ്ഞത്, അനുമോളുടെ കുഴപ്പമാണെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ അവർക്ക് പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ. എന്തായാലും ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത് കേട്ടോ, ഡബിൾ സ്റ്റാൻഡ് അല്ല ബസ് സ്റ്റാൻഡ് ഇങ്ങനെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നടന്നത് എന്താ, മൈജി ഇവരുടെ മൈജിക്ക് സമ്മാനം മൈജി ഇവർക്ക് സമ്മാനം കൊടുത്തായിരുന്നല്ലോ. അഭിലാഷിന് കിട്ടി. പിന്നെ ആർക്കാ സാബുമാന് കിട്ടി. അതിലേക്കിന് ഉറക്കം കിട്ടി. അപ്പൊ അങ്ങനെ ഇവരുടെ വീട്ടിലോട്ട് മൈജി തന്നെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഇത് കണ്ടായിരുന്നു. അത് നമ്മളെ കാണിച്ചു. പിന്നെ അവർക്ക് പായസം ടാസ്ക് കൊടുത്തു. പായസം ടാസ്കിനകത്ത് പണിപ്പുരയിൽ നിന്ന് തന്നെ സാധനങ്ങൾ എടുക്കണം. അതിനകത്ത് തെക്കേടത്തെ ടീമാട്ടോ ജയിച്ചേക്കുന്നത്. പണിപ്പുര സാധനം അതിലും ആരും തന്നെ സ്പീഡിൽ പോയി സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വന്നു. അനുമോളുടെയൊക്കെ പായസം അടുക്കി പിടിച്ചു. അപ്പൊ അനുമോള് മറ്റേ പ്രേക്ഷകരെ അനുമോളെ നല്ല ഫുഡ് ഇതുണ്ടാക്കുന്നത് തിരഞ്ഞെടുത്തില്ല. അപ്പൊ അനുമോൾക്ക് അത് ഭയങ്കര അപമാനമായി. പിന്നെ അക്ബറും ഒക്കെ കൂടെ അതിനെ പറഞ്ഞുകൊണ്ട് അനുമോളെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ വൈൽഡ് കാർഡ്സിന്റെ പണിപ്പുര ടാസ്ക് നടന്നു. അതിനകത്ത് ഇവരെടുത്തേക്കുന്ന മൊത്തം 16 ബോംബുകളാണ്. ഇവർ അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവർക്ക് തന്നെ 30 സെക്കൻഡോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ അവർ അത്യാവശ്യം സാധനങ്ങളെല്ലാം തന്നെ അവരെടുത്തു. 16 ബിഗ് കിട്ടിയിട്ടുണ്ട്, 16 ബോംബ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 16ന്റെ അവർക്ക് വേണ്ട പണി കൊടുത്തിരിക്കുന്നത് ഈ സീസൺ കഴിയുന്നിടം വരെ ഒരാൾക്ക് നോമിനേഷനിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, ആരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അവർ തെരഞ്ഞെടുത്തിരുന്ന അനീഷിനെയാണ്. ഇവർ ഓപ്ഷനിലുണ്ടായിരുന്ന ഷാനവാസും ഉണ്ടായിരുന്നു, അനീഷും ഉണ്ടായിരുന്നു. അപ്പൊ ഷാനവാസിനെ അങ്ങനെ കൊടുത്തിരുന്ന ഷാനവാസ് ഗ്രൂപ്പുകൾ കളിച്ച് അടുത്ത ആളെ കൺവിൻസ് ചെയ്ത് ഷാനവാസ് വോട്ട് ചെയ്യിപ്പിക്കും. അതാണ് അനീഷിനെ കൊടുക്കാന്ന് പറഞ്ഞാൽ അനീഷിനെ ഇനി ഈ സീസൺ കഴിയുന്നവർ അനീഷിനെ ആരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അനീഷിനെ ആരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പൊ അനീഷ് അവിടുന്ന് പറഞ്ഞ അപ്പൊ ഞാൻ വിജയിച്ചു, എന്റെ കളികളെല്ലാം ഇതാന്ന് വിജയിച്ചു, ഞാൻ എന്നൊക്കെ അനീഷ് കുറെ പറയുന്നു. അനീഷ് വിഷമായി തോന്നുന്നു, അനീഷ് കുറെ പറയുന്നുണ്ട്. പക്ഷെ അനീഷിന് മസ്താനി ഒന്ന് പറയുന്നുണ്ട് അത് അനീഷ് ഒരു കാര്യമില്ലാണ്ട് നോമിനേറ്റ് ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പറയുന്ന റീസൺസ് ഒക്കെ കൊള്ളൂല എന്നൊക്കെ പറയുന്നു. പക്ഷെ അനീഷ് അത്യാവശ്യം ജെനുവിനായ റീസൺ വൈരാഗ്യം വെച്ചോണ്ടൊന്നും അല്ല അനീഷ് നോമിനേറ്റ് ചെയ്യുന്ന, അത്യാവശ്യം നല്ല റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് അനീഷ് നോമിനേറ്റ് ചെയ്തോണ്ടിരുന്ന കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ തന്നെ അക്ബർ ശൈത്യം കൂടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. നിവീൻ ഇപ്പൊ പെട്ടെന്ന് തന്നെ അനുമോളുടെ ടീമിലോട്ട് ചേർന്നല്ലോ. അപ്പൊ അത് നിവീനോട് ചോദിച്ചപ്പോ നിവീൻ പറഞ്ഞു അനുമോളാ എന്റെ അടുത്തോട്ട് വരുന്നത്, ഞാനല്ല അനുമോളുടെ അടുത്തോട്ട് പോയെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ വൈൽഡ് കാർഡ്സ് വന്നപ്പോഴത്തേനും അനുമോൾക്ക് മനസ്സിലായി, അനുമോള് പുറത്ത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. അനുമോള് ഡ്രസ്സിംഗ് റൂമിൽ ക്യാമറ ഇല്ലല്ലോ, അവിടെ മൈക്ക് ഉണ്ടല്ലോ. അപ്പൊ അതാറും ഭിത്തിയിൽ ഇങ്ങനെ എഴുതി കാണിച്ചു അനുമോള് പോസിറ്റീവ് ആണ്. അത് കഴിഞ്ഞപ്പോ തൊട്ട് അവളിപ്പോ കരയുന്നില്ല, അവള് ഫുൾ പോസിറ്റീവ് ആയെന്നൊക്കെ ശൈത്യം പറയുന്നുണ്ടായിരുന്നു. അപ്പം
പിന്നെ നിവിനാകെ മാറിപ്പോയി ഇതും പറഞ്ഞുകൊണ്ട് അവർ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. അനിമോള് പോസിറ്റീവായെന്ന് അറിഞ്ഞുകൊണ്ട് അനിമോള് ഗെയിം മാറ്റിയേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ തന്നെ ഇന്നലെ എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നത്. വേറെ പുതിയതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ മൊത്തം ഓണത്തിൻ്റെ ഓണക്കളികളും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ടാസ്കുകളൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല, എൻഗേജിങ് ആയ ഒരു എപ്പിസോഡായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു.